യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് പരിശുദ്ധാത്മാവിൽ നാം ചിന്തിക്കുന്ന വിശുദ്ധ ബൈബിളിലെ പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യം. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തനായിരുന്നാൽ മതി. പർവ്വത സമാനമായ വിഷയങ്ങളിലൂടെയാണ് നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രിയ സുഹൃത്തെ, ഈ വചനം നിനക്കുള്ളതാണ്. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. നീ ശാന്തനായിരുന്നാൽ മതി. നീ ടെൻഷൻ അടിക്കണ്ട, നീ ആകുലപ്പെടണ്ട, അസ്വസ്ഥപ്പെടണ്ട, നീ നാളെക്കുറിച്ച് ചിന്തിക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ്റെ ചിറകിൻ്റെ മറവിലാണ് നീയുള്ളത്. നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ കൂടെ നിന്നെ സൃഷ്ടിച്ച അത്യുന്നതനായ സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. മകനെ, മകളെ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയില്ലേ? നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിന്നെ സൃഷ്ടിച്ചവനായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്റെ കണ്ണീർ തുടയ്ക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. ദൈവത്തിൻ്റെ വചനവും വാഗ്ദാനവും നിന്നോട് കൂടെയുണ്ട്. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ഉയർത്തുവാനാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടതുണ്ട്. ഈ ഒരു വിഷമാവസ്ഥയും മാറും. കാരണം നാളെ നീ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വിജയം വരിക്കുമ്പോൾ നീ നിന്റെ സഹോദരങ്ങളോട് പറയണം, സാക്ഷ്യമായി പറയണം, എന്നെ എൻ്റെ ദൈവം ഉയർത്തിയെന്ന്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കാരണം യുദ്ധം ദൈവത്തിനുള്ളതാണ്, നമുക്കുള്ളതല്ല. പക വീട്ടലും പകരം വീട്ടലും നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് നീ ക്ഷമിക്കുക. നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിക്കുക. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിക്കുക. ദൈവം എളിയവരെ ഉയർത്തുന്നവനാണ്. ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നീ എളിമപ്പെട്ടാൽ ദൈവം നിന്നെ ഉയർത്തും. ഏത് പരാജയത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും നിന്നെ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിനൊരു നിമിഷം മതി. ഒരു നിമിഷം മതി എല്ലാം മാറി മറയുവാൻ. അതുകൊണ്ട് അഹങ്കരിക്കുന്നവർ അഹന്തകൾ വെടിഞ്ഞ് എളിമയുള്ളവരായിത്തീരുക. എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. തളർന്നിരിക്കുന്നവനാണ് നീ എഴുന്നേൽക്കുക. യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഈ ഒരു വചനം ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾക്ക് ഏറ്റുപറയാം. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ ശാന്തനായിരുന്നാൽ മതി. കടത്തിൻ്റെയും മറ്റേതെങ്കിലും ചില വിഷയങ്ങളോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ അതോർത്ത് ഭാരപ്പെടേണ്ട. നിൻ്റെ ആ വിഷയം അത് പരിഹരിക്കുവാൻ കഴിയുന്ന അത്യുന്നതനായ ദൈവം നിൻ്റെ കൂടെയുണ്ട്. നീ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും. നീയൊരു അനുഗ്രഹമായി തീരും. ആമേൻ.